ഹലോ, ഇന്ന് നമ്മൾ ക്യൂട്ടായിട്ടുള്ള 2 മിനി ബുക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അടിപൊളി ക്യൂട്ടായിട്ടില്ലേ കാണാനായിട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് A4 പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ കളർ A4 പേപ്പർ വെച്ചിട്ടാണ് ഒരു ബുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. സാധാരണ വൈറ്റ് A4 പേപ്പർ അല്ലെങ്കിൽ നമ്മൾ നോട്ട്ബുക്കിലെ പേപ്പേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമുക്ക് എത്ര സൈസിലാണോ വേണ്ടത് ആ ഒരു സൈസിലേക്ക് പേപ്പർ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ പേപ്പേഴ്സ് എല്ലാം ചേർത്ത് വെച്ചിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്തതിന് ശേഷം ഗം ചെയ്ത് കൊടുക്കുക. ഗം ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം വെച്ചാൽ എല്ലാ പേപ്പറിൻ്റെ ഇടയിലും ഗമ്മാവാൻ വേണ്ടി നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. കാരണം അല്ലെങ്കിൽ പേജസ് വിട്ട് പോരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ സ്കൂളിലേക്കൊക്കെ ഇങ്ങനെ ഹോംവർക്ക് എഴുതി വെക്കാനോ എന്തെങ്കിലും കാര്യങ്ങൾ നോട്ട് ചെയ്യാനൊക്കെ വേണ്ടി നമുക്ക് ഈ ഒരു മിനി ബുക്ക് അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മളെ പൗച്ചിലോ ബോക്സിലോ ക്യാരി ചെയ്യാനും ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ബുക്കാണ് ഈ മിനി ബുക്ക്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയല്ലേ ഇത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പൊക്കെ ഒന്ന് നോക്കി വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. അതുപോലെ തന്നെ കൂട്ടുകാരെ മുന്നിൽ നിന്ന് കൊണ്ടുപോയി ഷൈൻ ചെയ്യാനും ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോയിട്ട് അടിപൊളിയായിട്ടിരിക്കാനും എല്ലാം നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഗ്രിഡ് പേപ്പർ എടുത്തിട്ട് ഗ്രിഡ് പേപ്പർ നമുക്ക് വരച്ചുണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനും അതുപോലെ തന്നെ ഒരു പ്രിൻറ്റഡ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ മടക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സും കൂടി അതിൻ്റെ മുകളിൽ പേസ്റ്റ് ചെയ്ത് കൊടുത്തപ്പോൾ സാധനം കിഡിലനായി മാറി കേട്ടോ. കിഡിലെന്ന് പറയാൻ നല്ല ക്യൂട്ടായിട്ട് മാറി. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു മിനി നോട്ട്ബുക്ക്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോഴല്ലേ നമ്മളൊന്ന് വെറൈറ്റി ആവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഞാൻ നമ്മൾ പിൻട്രസ്റ്റ് നോക്കിയിട്ട് കുറച്ച് കാലിഗ്രഫിയൊക്കെ നോക്കി ഈ ഹെലോ എന്നും അതുപോലെ തന്നെ ബി ഹാപ്പി എന്നൊക്കെ ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് ബുക്കിൻ്റെ മുകളിൽ. അപ്പോൾ നമുക്ക് ഹാൻഡ് റൈറ്റിങ് അല്ല എന്നുണ്ടെങ്കിലും ഈ കാലിഗ്രഫി നോക്കിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ മറന്നുപോയല്ലോ, നമ്മൾ മീഷോന്ന് വാങ്ങിച്ചില്ല കുറച്ച് ക്യൂട്ട് സ്റ്റിക്കേഴ്സാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കുറച്ച് സ്റ്റിക്കേഴ്സും കൂടി ഇതിന് മുകളിൽ പേസ്റ്റ് ചെയ്തപ്പോൾ കറക്റ്റ് ആ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു മിനി നോട്ട്ബുക്കിൻ്റെ ലുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. പക്ഷേ നമുക്ക് ഇത്രയും ചീപ്പായിട്ട് ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കാൻ പറ്റുമ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ പൈസ കളയണല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് കൂടി ചെയ്യണം. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. വേറെ അടിപൊളി കിടിലൻ ക്രാഫ്റ്റുമായിട്ട് നാളെ കാണാം.